ഇറാൻ US സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ നിർണായക പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്ത്. തങ്ങളാകട്ടെ ഒരു യുദ്ധത്തിന് അവിടെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സൈനിക നടപടി ഒഴിവാക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നയതന്ത്രപരമായ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സൈനിക നീക്കത്തെ വലിയ രീതിയിൽ ആ ഒരു നീക്കത്തിന്റെ പ്രഖ്യാപനത്തോടു കൂടി തന്നെ ലോക രാജ്യങ്ങളാകട്ടെ വലിയ ആശങ്കയിലും ഭയത്തിലുമാണ് ഇപ്പോൾ കഴിയുന്നത് എന്നതാണ് വസ്തുത. അതായത് ട്രംപ് ആകട്ടെ വലിയ രീതിയിൽ യുദ്ധഭീഷണിയാണ് അവിടെ മുഴക്കുന്നത്. യുദ്ധത്തിന് പച്ചക്കൊടി ട്രംപ് നൽകിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ആയതിനാൽ തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ഭയപ്പാടിലാണ്. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്താനുള്ള ഇറാൻ അമേരിക്ക പ്രശ്നം അത് അയയാതെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് ഇറാനിൽ തങ്ങുന്ന പൗരന്മാർക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൈനിക നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സെർബിയയിലും അതുപോലെ തന്നെ സ്വീഡനിലും ഇറാനിലുമുള്ള തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാനായി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരക്ഷാ സാഹചര്യം വഷളാകുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ പൗരന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുവാനും നിലവിൽ അവിടെയുള്ളവർ എത്രയും വേഗം തന്നെ രാജ്യം വിടാനും ഇപ്പോൾ സെർബിയൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനുവരി പകുതിയോടുകൂടി തന്നെ സമാനമായ ഒരു നിർദ്ദേശം സെർബിയ നൽകുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ സ്വീഡിഷ് വിദേശകാര്യ മന്ത്രിയാകട്ടെ എക്സിലൂടെ തന്നെ തങ്ങളുടെ പൗരന്മാർക്ക് ഇറാൻ വിടാൻ ശക്തമായ ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ചില പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. അതേപോലെ വാണിജ്യ വിമാന സർവീസുകൾ ലഭ്യമാകാതിരിക്കുന്ന പക്ഷം അല്ലെങ്കിൽ ഉചിതമായ മടങ്ങിപ്പോക്കിന് വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യാൻ തയ്യാറാകണമെന്നും വ്യക്തമാക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിലും സൈനിക ആക്രമണം നടത്തുന്നത് അത് പരിഗണനയിലാണ് എന്നതാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഇതിനോടകം തന്നെ US നാവികസേന വലിയ സന്നാഹങ്ങളുമായി തന്നെ നിലയുറപ്പിച്ചിട്ടുള്ളതിനാൽ തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണം അഴിച്ചുവിടാൻ പാകത്തിന് തന്നെ അവർ തയ്യാറാവുകയാണ്. അത് വലിയ രീതിയിലുള്ള ഭയപ്പാടിനാണ് കാരണമായിരിക്കുന്നത്. യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ പോലും അമേരിക്കയുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇറാൻ വിശ്വസിക്കുന്നതായി തന്നെ ഇവിടെ ഒരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇതിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ തയ്യാറാക്കി വരികയാണ് എന്നും വ്യക്തമാക്കുന്നു. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ തന്നെ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് അമേരിക്ക ആകട്ടെ സൈനിക നീക്കം ശക്തിപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിർണായക പ്രഖ്യാപനം ഇറാൻ നടത്തിയിരിക്കുന്നത്. സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരാഴ്ചയുടെ സമയപരിധി ഇവിടെ ആവശ്യപ്പെടുന്നത്. ഒരു ചാനൽ അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന വേളയിലായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും. ഇറാനെ US ഏത് നിമിഷവും ആക്രമിച്ചേക്കാവുന്ന ആശങ്കകൾക്കിടയിലാണ് ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ അതിനിടെ നയതന്ത്ര ശ്രമം പരാജയപ്പെട്ടാൽ ഇറാനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ US സൈന്യം ഇപ്പോൾ തന്നെ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇറാനിലെ ഉന്നതരെ ലക്ഷ്യമിടുന്നത് മുതൽ തന്നെ ഭരണകൂട മാറ്റം വരെയുള്ള പദ്ധതികൾ ഈ ഒരു അവതരിപ്പിച്ച പദ്ധതിയിൽ പരിഗണിക്കുന്നുണ്ട് എന്നതാണ് കരുതപ്പെടുന്നത്. സംഘർഷങ്ങൾക്കിടയിൽ പോലും വൈകാതെ തന്നെ ആണവ കരാറിൽ എത്തിയേക്കാം എന്ന ഒരു സൂചന മാത്രമാണിപ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരോക്ഷമായ ഒരു ചർച്ച മാത്രമാണ് ഇറാൻ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.